ഹായ് നമസ്കാരം. എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന? സത്യം പറയാൻ കോൺഗ്രസ്സുകാർ ഇപ്പൊ തലയും മുണ്ടിട്ട് പോകേണ്ട ഒരു അവസ്ഥയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. നമ്മുടെ ബിന്ദു കൃഷ്ണ ഉണ്ടല്ലോ മന്ത്രി ഇന്നലെ അവിടെ കണിച്ചുകുളങ്ങര വെള്ളാപ്പള്ളിയെ കാണാൻ വേണ്ടി എത്തിയായിരുന്നു. എന്നിട്ട് പൊന്നാടയൊക്കെ അണിയിച്ച് പുള്ളിക്കാരൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ചു. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞു നടക്കുന്ന BJP കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി തലങ്ങും ബലങ്ങും മത്സരിച്ച് പ്രവർത്തിച്ച രണ്ട് വേട്ടാവളിയന്മാരിൽ ഒരാളെയാണ് ഈ പറയുന്ന ബിന്ദു കൃഷ്ണ നമ്മുടെ മന്ത്രി പോയിട്ട് അനുഗ്രഹം മേടിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന് വർഗീയവാദിയെന്നും അതിനകത്തുള്ള മന്ത്രിമാർ മൊത്തം മറ്റേ പാകിസ്ഥാൻ വിഭജന കാലത്തുണ്ടായിരുന്ന ലീഗിൻ്റെ അതേ മനോഭാവം വെച്ച് നടക്കുന്നവരാണെന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ വന്ന് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടുള്ള, കോൺഗ്രസിനെതിരെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ വിമർശനം നടത്തിയിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ വന്നു കഴിഞ്ഞാൽ എന്നെ പൂട ചൊറിയോ എന്നൊക്കെ ചോദിച്ച് ഉള്ള ഇതേ കോൺഗ്രസ്സുകാർ നിങ്ങൾ ആത്മപരിശോധന നടത്തണം. 100 സീറ്റിൽ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ അധികാരത്തിൽ എത്തിച്ചത് ഈ വർഗീയവാദികളായിട്ടുള്ള ഈ ഊളകളുടെ കാലിൻ്റെ അടിയിൽ പോയി തൊടാനും അവർക്കൊക്കെ പൊന്നാട അണിയിക്കാനും വേണ്ടിയല്ല. നിങ്ങളിവിടുത്തെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ നിങ്ങളെ ജയിപ്പിച്ചു വിട്ടത്. ദേ കേൾക്കുന്നു അടുത്തൊരു വാർത്ത. സാക്ഷാൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അവർകൾ തുഷാർ വെള്ളാപ്പള്ളിയുടെ വീട്ടിലേക്ക് ഔദ്യോഗിക കാറിനകത്ത് കൊടുക്കുന്നു പൊന്നാട. സത്യത്തിൽ ഇവന്മാരൊക്കെ കേരളത്തിൽ ആരാണ്? അല്ലെങ്കിൽ ഇവരാണോ കേരളത്തിൽ ഈ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടക്കുന്ന സംഘപരിവാറിന്റെ ഭാഗമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മരവാണങ്ങളുടെ കാല് തൊട്ട് വന്നിക്കാനും ഇവനിക്കൊക്കെ ബൊക്ക കൊടുക്കാനും പോകുമ്പോഴത്തേക്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകർ കേരളത്തിൽ UDFനെ വിജയിപ്പിച്ച ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമല്ലേ ഇവരൊക്കെ ഇപ്പോൾ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഒരു സഹോദരനുണ്ടല്ലോ ഇതിനല്ല കിണ്ണം കാച്ചി ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആരും ഇത് കേൾക്കാതെ പോരുത്. എൻ്റെ ഈ വീഡിയോ കാണുന്ന കോൺഗ്രസ്സുകാരുണ്ടെന്നുണ്ടെങ്കിൽ ശക്തമായി നിങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിക്കണം, നിങ്ങൾ ഇതിനെതിരെ രംഗത്ത് വരണം. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, കോൺഗ്രസിന്റെ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന, കോൺഗ്രസിന്റെ നിലപാടിൽ വിശ്വസിക്കുന്ന നേതാക്കന്മാരുടെ പുറകെ പോയി അവരുടെ പറ്റി താങ്ങി എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാത്ത, അതായത് ഞാൻ പറഞ്ഞു വരുന്നതാകെ കൂടി കോൺഗ്രസ് രാജ്യത്ത് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകരോട് ഞാൻ പറയുന്നത്. അപ്പൊ ഇപ്പൊ ചില വിവാദങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇന്നലെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശ്വരനെ ബിന്ദു കൃഷ്ണ പോയി കണ്ട് അപ്പൊ മുഴുവൻ കോൺഗ്രസിന്റെ UDFനെ കൂട്ടിയിട്ട് പ്രവർത്തകരുടെ പ്രതിഷേധത്തെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ വിചാരിച്ചു ആ സ്ത്രീക്ക് വിവരക്കേടിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ പോയി കണ്ടതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ബോധവും പൊക്കമുള്ള ഒരാൾക്കും അദ്ദേഹത്തെ പോയി കാണാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ കോൺഗ്രസിനെ നിശിതമായി വിമർശിച്ച് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ആവനാഴിയിലെ അവസാനത്തെ പ്രയോഗവും പ്രയോഗിച്ച് എന്നിട്ട് കോൺഗ്രസിന്റെ വിജയത്തിന്റെ റിസൾട്ട് വന്നതിന് ശേഷം കോൺഗ്രസിനെതിരെ പച്ചത്തെറിയൊക്കെ പറഞ്ഞു നടന്ന ഒരു മനുഷ്യന്റെ കാൽക്കീഴിൽ പോയി കുമ്പിട്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഞാൻ വിവരമായിട്ട് പോയി ആയിരിക്കും ആ വിഷയത്തിനകത്ത് ഞാൻ കൂടുതലൊന്നും പറഞ്ഞത് അങ്ങോട്ട് അത് വിട്ട്. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി NDയുടെ ഘടകകക്ഷിയായ അതിന്റെ നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയെ ഔദ്യോഗിക വാഹനത്തിൽ പോയിട്ട് ആ വീട്ടിൽ പോയി കാണുക. മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ കോൺഗ്രസിന്റെ രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാൻ പ്രവർത്തിക്കുന്ന BJPന്റെ ഘടകകക്ഷിയായ ഒരു ഘടകകക്ഷി പാർട്ടിയുടെ നേതാവിന്റെ വീട്ടിൽ ഒരു സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രി, മനസ്സിലാക്കണം നിങ്ങൾ, അങ്ങനെ പോയിട്ട് ഔദ്യോഗിക വാഹനത്തിൽ പോയിട്ട് അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുക. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയിട്ടില്ല. ജനരോഷത്തിന്റെ മുന്നിൽ ACC കടക്കം മുട്ടുമടക്കി വന്ന സ്ഥിതിവിശേഷം ഉണ്ടായി നമ്മളൊക്കെ കണ്ടത്. അപ്പൊ അതിന് പ്രതികാരം തീർക്കാൻ വേണ്ടി പാർട്ടിക്കകത്ത് വിവാദങ്ങൾ ഉണ്ടാക്കാനും സതീശനെതിരെ ഒരു വിവാദം ഉണ്ടാക്കാനും എന്നിട്ട് സതീശനെതിരെ ഒരു പ്രതിഷേധം ആദ്യം കത്തിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കരുക്കൾ നീക്കുന്നതാണ് ഈ മനുഷ്യൻ എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം ഇദ്ദേഹത്തിന്റെ കുറെ കാലം പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇദ്ദേഹത്തെ എടുത്ത് വളർത്തി രാഷ്ട്രീയ പ്രസ്ഥാനത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന ലീഡർ കെ കരുണാകരന്റെ വീട്ടിനകത്ത് ഭക്ഷണം കഴിച്ച് പുറത്തോട്ട് വന്നിട്ട് ലീഡർ കെ കരുണാകരൻ പുറകിൽ നിന്ന് കുറ്റ പാരമ്പര്യമുള്ള ഒരാളാണ് ഈ രമേശ് ചെന്നിത്തല. നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ മനുഷ്യർക്ക് ഒരുപാട് ബഹുമാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് സ്നേഹിച്ചതൊക്കെ ഒരുപാട് വാദങ്ങളൊക്കെ എല്ലാവരോടൊക്കെ തർക്കികളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി. പക്ഷേ ഇപ്പൊ അതൊക്കെ ഓർത്ത് ലജ്ജിച്ച് തലതാക്കുക. കാരണം എന്താ നിങ്ങൾ എന്ത് കാരണത്തിലാണ് ഇപ്പം അങ്ങനെ പോയിട്ട് അത് കോൺഗ്രസിന്റെ രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിക്കെതിരെ പോലും മത്സരിച്ച് ഒരുത്തന്റെ വീട്ടിൽ പോയിട്ട് അങ്ങനെ പോയി കാണേണ്ട എന്ത് രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിലുള്ളത്? അത് നിങ്ങൾ ഈ കേരളത്തിൽ ഇങ്ങനത്തെ മാത്രം വമ്പിച്ച വിജയം കോൺഗ്രസിനും UDFനും ഉണ്ടാവേണ്ട സാഹചര്യം ഈ അച്ഛനും മകന്റെയും പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടല്ലേ ഞങ്ങൾക്ക് ഇത്രയും വലിയ മെജോറിറ്റി കിട്ടിയത്? അതെ. അപ്പൊ അവർ പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾ പോലും അവരെ പിന്തുണക്കുന്നില്ല. അത്രമാത്രം പച്ച വർഗീയതയോ പുലപ്പിയ ഒരു രണ്ട് സാധനങ്ങളാണ് എന്നുള്ള കാര്യം കേരളത്തിനകത്ത് ബോധമുള്ള നിങ്ങൾക്കറിയാം. അറിഞ്ഞൂടെ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കിട്ടിയ വിജയങ്ങളാണ്. അപ്പൊ ആ വിജയത്തെ ഇവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാത്തതിന്റെ പേരിൽ ഇതിനകത്ത് അനുകൂലിക്കുന്ന ഇന്നലെ ഈ പറയുന്ന എന്താ പറയാ ഈ ബിന്ദു കൃഷ്ണ പറഞ്ഞേച്ചു ഇന്ന് അദ്ദേഹം തന്നെ ഡയറക്റ്റ് പോവുക. മനസ്സിലാക്കണം. ഇപ്പൊ CPM പറയുന്നത് വെറുതെയല്ലോ. RSSന്റെ ആഭ്യന്തരമന്ത്രിയാണ് കേരളം വഹിക്കുന്നത് എന്നവർക്ക് കുറേ ദിവസങ്ങളായിട്ട് പ്രധാനം വഹിച്ചു ഞങ്ങൾ കൃത്യമായി ഗണ്ണിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇപ്പൊ ഞാൻ വന്നത്. ഇപ്പൊ എന്നോടൊക്കെ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ യോജിക്കുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയായി ഞങ്ങൾ പറഞ്ഞത്? ഞങ്ങൾക്ക് തള്ളി പറയാൻ പറ്റുമോ? വീഡിയോ അടക്കില്ലേ പുറത്തുള്ള അടക്കം അല്ലേ? അപ്പൊ എന്ത് രാഷ്ട്രീയ സാഹചര്യം? അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം തന്നെ ഞാൻ പറയുന്നത് എന്റെ വോയിസ് കേൾക്കുന്ന ആരെങ്കിലും കേരളത്തിന്റെ CM-ഉമായിട്ടുള്ള ആത്മബന്ധം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു സൂചന കൊടുക്കാൻ ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങണം എന്നുള്ള കാര്യം. കാരണം ഈ CPM-നും BJP-നും നമ്മൾ ഭയപ്പെടേണ്ട. ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കൂട്ടത്തിൽ നിൽക്കുന്ന കുലംകുത്തികൾ ഉണ്ടാവും. അവരെ ഞങ്ങൾ ഭയപ്പെട്ടേ പറ്റൂ. ഞങ്ങൾക്കറിയില്ല. കാരണം അനുഭവങ്ങളാണല്ലോ ഗുരു. ഇവരൊക്കെ പിന്നാമ്പുറ ചരിത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു വെച്ചതും കുറച്ച് ചെയ്തതൊക്കെ ഉണ്ടല്ലോ കൂട്ടത്തിൽ നിൽക്കുന്നവർക്ക് പാരമായത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു, ഇതൊരു നല്ല ശുഭലക്ഷണമല്ല ഈ പോക്ക് മുന്നോട്ട് പോയാൽ. കേരളത്തിലെ ജനങ്ങൾ വെറുതെ രണ്ട് സാധനങ്ങൾ അതിന്റെ പേരിലുണ്ടായ വിജയങ്ങൾ എന്തിനേറെ പറയുന്നു. ഇപ്പം തന്നെ സ്റ്റേറ്റ്മെന്റ് നടത്തി ഈ പോയ നേതാക്കന്മാർക്ക് SNDP-യുടെ സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി കൃത്യമായ കടുത്ത ഭാഷയിൽ ഈ പോയതുമായി ബന്ധപ്പെട്ട് അവർ തന്നെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ യോഗം പ്രസിഡന്റ് മുൻ പ്രസിഡന്റായ വിദ്യാസാഗരൊക്കെ പറഞ്ഞത് അങ്ങനെ തന്നെ ഉണ്ട്. അതുമാത്രമല്ല ഈ പറയുന്ന സമുദായത്തിന്റെ നേതാവ് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് ക്രിമിനൽ കേസടക്കമുണ്ട് ഇല്ലേ?
മറ്റേതെങ്കിലും സമുദായത്തിന്റെ നേതാക്കന്മാർ ഇതുപോലെ ക്രിമിനൽ കേസിലകപ്പെട്ടവരാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും വന്യമത വിദ്വേഷങ്ങൾ കാര്യങ്ങളിൽ നാളെ പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നുമില്ലല്ലോ. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ ആ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഗവൺമെന്റ് 3% പലിശ കൊടുത്ത ഫണ്ട് പോലും ദുരുപയോഗം ചെയ്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഭഗവാന്റെ ചെലവഴിച്ചിട്ടുണ്ടായ കേസും മൈക്രോ ഫിനാൻസ് തട്ടിപ്പടക്കമുള്ള ഒരു അലിഗേഷൻ നേരിടുന്ന കുടുംബാത് ആ കുടുംബത്തിലേക്ക് ഇപ്പൊ യാതൊരു രാഷ്ട്രീയ സാഹചര്യമില്ല. ഞങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇലക്ഷൻ പ്രഖ്യാപിച്ച് അന്ന് തൊട്ടിട്ട് വിജയിച്ച് വന്നതിന് ശേഷം ഞങ്ങളെ പരിഹസിക്കുന്നവരുടെ വീട്ടിലേക്ക് ഇവർ പോകുന്നതിന്റെ ഉദ്ദേശം എന്താ? അതാണ് ഒരുപക്ഷെ ഞങ്ങൾ ഘടകകക്ഷിയോ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ വിജയത്തിന് വേണ്ടി ടൈപ്പ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ വെച്ച് നിങ്ങൾക്ക് മറ്റെല്ലാവരോട് വാദിക്കാം. ഇത് അതൊന്നുമില്ലല്ലോ. ചിന്തിച്ചു നോക്ക്, നിങ്ങൾ മനസാക്ഷിയോട് നിങ്ങൾ യോജിക്കുന്നു. അപ്പൊ ഈ എതിരാളികൾ പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഇതൊക്കെ ഗണിക്കാൻ പറ്റും? ഇവരെ കൊണ്ടൊരു പ്രസ്ഥാനമാണല്ലോ മുച്ചൂടും നശിക്കാൻ പോകുന്നത്, ഇവർ അധികാരത്തിന് വേണ്ടിയിട്ട് അല്ലേ? എന്ത് സാഹചര്യം ഇപ്പോഴും അദ്ദേഹം അവിടെ പോയി കാണേണ്ട ഒരു സാഹചര്യം? ഈ പറയുന്ന തുഷാർ വെള്ളാപ്പള്ളി എന്ത് കോൺട്രിബ്യൂഷൻ ആണ് ഈ കേരളത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേരള സമൂഹത്തിന് വേണ്ടി ചെയ്തത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കാൻ കോൺഗ്രസിന് വേണ്ടി സ്റ്റേറ്റ്മെന്റ് നടത്താൻ ഇറക്കിയിട്ടുണ്ടോ? നിരന്തരം പാർട്ടിയെ വിമർശിക്കുന്ന വ്യക്തിയല്ലേ അല്ലെ ആ കുടുംബം മുഴുവൻ? എന്നിട്ട് മുഴുപ്പില്ലാതെ നാടും മാനവുമില്ലാതെ കോൺഗ്രസ് പ്രവർത്തകരുടെ വേർപ്പിന്റെ ഭാഗമായിട്ട് നേടിയെടുത്ത വിജയം കൊണ്ട് അതേ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് മുൻപോക്കി കാണിക്കുന്ന തരത്തിൽ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിമാനം ഏതോ പറയുന്ന സംഘവാണത്തിന്റെ ഇടയിൽ കൊണ്ട് പറയപ്പെടുന്നത് ഇയാളെയൊക്കെ നിലക്ക് നിർത്താൻ പാർട്ടി പ്രവർത്തകർ മുന്നോട്ട് വരണം. മനസ്സിലായി? അല്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ടാവത്തില്ല, പ്രസ്ഥാനം 27 പോകും. പക്ഷെ ഞങ്ങളെപ്പോഴവർക്ക് കോൺഗ്രസ് നിലനിൽക്കണം. നിഷ്പക്ഷമായിട്ട് നോക്കിക്കാണുന്ന ഒരുവട്ടം ജനങ്ങൾ കേരളത്തിലുണ്ട്. അവരാണ് ഓരോ പാർട്ടിയുടെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിഷ്പക്ഷമായ അന്തമായ പാർട്ടികൾ കൂറില്ലാത്ത വിജയത്തമില്ലാത്ത നിഷ്പക്ഷമായ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് മറുപടി പറയാൻ പറ്റുമോ? ഞങ്ങൾ ഏത് തരത്തിലാണ് മറുപടി പറയുന്നത്? അപ്പൊ അതുകൊണ്ട് തെറ്റാണെങ്കിൽ വാപ്പ ചെയ്താൽ തെറ്റാണെന്ന് പറയാൻ തന്റെ ഓരോ കോൺഗ്രസ് വിശ്വസിക്കുന്നത്, കോൺഗ്രസിന്റെ ഐഡിയോളജി വിശ്വസിക്കുന്നവർ ഉണ്ടാക്കിയെടുക്കണം. മനസ്സിലായ? അല്ലാതെ ഏതെങ്കിലും നേതാക്കന്മാരുടെ പെട്ടിതങ്ങികളോട് ഞാൻ വർത്താനം പറയുന്നില്ല. പക്ഷെ കോൺഗ്രസിന്റെ ഐഡിയോളജി ഉണ്ട്, രാഹുൽ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളുണ്ട്, ഗാന്ധി കുടുംബം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളുണ്ട്. അതിനോടൊപ്പം നിൽക്കുന്നവർ മനസ്സിലായ? അവർ പ്രതികരിക്കണം ഈ തെറ്റുകൾക്കെതിരെ. മറ്റൊരു രാഷ്ട്രീയ സാഹചര്യവും ഇല്ല. എന്തിനു പോകും? ആ 14 ദിവസം ഗവൺമെന്റ് ഫോം ചെയ്തിട്ടായിട്ടുള്ളൂ. മനസ്സിലായ? 14,000 വിവാദങ്ങൾ വന്നു. അതിനൊക്കെ രാവിലെ കാലത്തിന്റെ അംഗങ്ങളോട് മറ്റുള്ളവരോട് മറുപടി പറഞ്ഞ മനുഷ്യന്റെ എന്നാൽ വായന വെള്ളമില്ല. ഓരോ ഗ്രൂപ്പിനകത്തും ഇത് കൊണ്ടേക്ക് തട്ടിത്തരും. ഇവറ്റകൾ ചെയ്യുന്ന ചരിത്രത്തിന് മുഴുവൻ ന്യായീകരിക്കണം. ഞങ്ങൾ കഴിഞ്ഞ കുറെ കാലം വെള്ളാപ്പള്ളിയെ കാവൽ കയറ്റിയെന്ന് പറഞ്ഞ് ഞാനടക്കം പിണറായി വിമർശിച്ചു. എന്തിന്റെ ആവശ്യം? ഇപ്പൊ ഞങ്ങൾ അവരുടെ മുമ്പിൽ ഞങ്ങൾ തലമുറ വന്നില്ലേ? തലകുണിക്കേണ്ടി വന്നില്ലേ ഇവറ്റകൾ കൊണ്ട്? ഇത് ഇവർ വർഗീയത മാത്രമല്ലോ, ആ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി കൊടുക്കുന്ന ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ട് പോലും ആ പാവപ്പെട്ടവർക്ക് കൊടുക്കാതെ വകമാറ്റി ചെലവഴിച്ചതിന്റെ പേരിൽ അടക്കം ക്രിമിനൽ കേസും ഈ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജ്യത്തിന്റെ പലപോലെ നീതി നീക്കം ചെയ്ത ഒരു വ്യക്തി കൂടിയാ. അത്തരമുള്ള ഒരു കുടുംബത്തിൽ എന്ത് രാഷ്ട്രീയ സാഹചര്യമാണ് പോകാൻ വേണ്ടി? അത് പറ. പിന്നെ ഇലക്ഷന് മുമ്പേ ഇവരൊക്കെ വലിയ മതനിരപേക്ഷത ജനാധിപത്യ കേരളത്തിൽ വർഗീയ ശക്തികൾക്ക് ഞങ്ങൾ വാഴാൻ അനുവദിക്കത്തില്ല എന്നൊക്കെ വാഴടിച്ച് കയറിയിട്ട് പറഞ്ഞ വാക്കിന് വിലയുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ പറഞ്ഞ തലവെട്ടിപ്പോയാലും അതിനവിടെ ഉറത്താടെ നിൽക്കും. അതാ ഞങ്ങളൊക്കെ ഇത് വാക്ക് മാറ്റി പറയത്തില്ല. അത് കിട്ടി പോലും നഷ്ടപ്പെട്ടു പോലും. പക്ഷെ പറഞ്ഞ വാക്കിന്റെ മനുഷ്യന്റെ ആ വാക്ക് പാലിക്കണ്ടേ? ഇനി ഇപ്പം വന്നിട്ട് വരും അത് എല്ലാവരെയും കൂട്ടിച്ചേർക്കാൻ വേണ്ടി, എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ വേണ്ടി എന്ത് ചേർത്ത് പിടിക്കണം? ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കണം. മനസ്സിലായ? ഞങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾക്കെതിരെ അലിഗേഷൻ ഉണ്ടാക്കി കോൺഗ്രസ് പാർട്ടിയെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തുണി ഉഴിഞ്ഞ് പിന്നെ എന്താ പറയുന്നത് നാണം കെടുത്തിയ അവസ്ഥകളിലേക്ക് പോയിട്ട് പിന്നെ പറയാം അത് അങ്ങനെ സമുദായത്തിന്റെ എല്ലാം വേണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇങ്ങോട്ട് വന്നോട്ടെ, കണ്ടോട്ടെ, അത് മാന്യത. പക്ഷെ അങ്ങോട്ട് ഔദ്യോഗിക വാഹനത്തിൽ അങ്ങനെ പോയി കാണേണ്ട എന്ത് രാഷ്ട്രീയ സാഹചര്യം എപ്പോഴെന്നാണ് എന്റെ ചോദ്യം. പക്ഷേ കേരളത്തിന്റെ ഒരു സ്റ്റേറ്റിന്റെ മന്ത്രി ഔദ്യോഗിക വാഹനത്തിൽ ഞങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടിയും ഞങ്ങളെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ഗാന്ധി കുടുംബത്തിനെ പോലും ഒരു ഉളുപ്പില്ലാതെ ആക്ഷേപിച്ച് നടക്കുന്ന ഒരു വ്യക്തിയെ ഈ പാർട്ടിന്റെ ലേവലിൽ നിന്ന് വിജയിച്ചിട്ട് ഈ പാർട്ടിന്റെ ഔദ്യോഗികത്തിന് മന്ത്രിയായിട്ട് എന്നിട്ട് അങ്ങനെ പോയിട്ട് ഞങ്ങൾക്ക് നടക്കുന്നവന്റെ കാലിനിടയിലേക്ക് പോയിട്ട് സ്വീകരണം ഏറ്റി വാങ്ങാൻ വേണ്ടി ഉളുപ്പെന്ന് പറയുന്ന ഒരു വസ്തുത 3 അക്ഷരം ഇതൊക്കെ ശരീരത്തിലുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ലെവലേശം ബാക്കിയുണ്ടെങ്കിൽ രാജിവെച്ച് പോകണം. മനസ്സിലായി? രാജിവെച്ച് ഇറങ്ങി പോകണം. ഇതൊരു യഥാർത്ഥ കോൺഗ്രസ്സുകാരന്റെ ആ ഒരു പ്രതിഷേധമാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടത്. ഇത് കണക്ക് ആയിരക്കണക്കിന് നൂറുകണക്കിന് കോൺഗ്രസ്സുകാർ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു വിജയം, ആ വിജയം കേരളത്തിലെ വെറുക്കപ്പെടുന്ന 2 ക്ഷുദ്രജീവികളുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് അടിയറ വെക്കണമെന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രതിച്ഛായ കളയാനും അദ്ദേഹത്തെ പറയിപ്പിക്കാനും ഈ പ്രസ്ഥാനം തന്നെ ഇല്ലാതാക്കാനും വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ചെന്നിത്തലയുടെ ഏറ്റവും അടുത്ത ആളാണ് ഈ ബിന്ദു കൃഷ്ണ. കാരണം ഇവരൊരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിസം ഈ കേരളത്തിൽ ഈ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളം വെറുക്കപ്പെടുന്ന, ആ സമുദായം വെറുക്കപ്പെടുന്ന, ആ സമുദായത്തിൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളാതെ മഹാനായ ഗുരുദേവന്റെ ആദർശങ്ങളെ വിറ്റ് ജീവിക്കുന്ന ഈ 2 ക്ഷുദ്രവാണങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഇവർ കൊണ്ട് തല കുനിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഉളുപ്പും മാനവും ഉണ്ടാകും ഈ വൃത്തികെട്ടവർക്ക് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ പ്രിയ, ഈ കാണിച്ച തെണ്ടിത്തരം ഇവിടുത്തെ ഈ UDF-നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഓരോ ജനങ്ങളുടെയും കർണത്തടിക്കുന്നതാണ് ഈ നേതാക്കന്മാർ ഇപ്പൊ കാണിച്ചു കൂട്ടിയിട്ടുള്ള ഈ കൊള്ളരാധിക. ഇത് ഒരു സൂചന മാത്രമാണ് കേട്ടോ. ഇത് ഇനി അങ്ങോട്ട് തുടർന്ന് ഇതൊക്കെ തന്നെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഇനി കാണാൻ സാധിക്കും. എന്താണെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് UDF-ലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് കാണിക്കുന്നത്. ഇതിനെ ശക്തമായ രീതിയിൽ നേരിടേണ്ടത് ഈ പ്രസ്ഥാനത്തിലുള്ള UDF-ന്റെ അണികൾ തന്നെയാണ്. എന്താണെങ്കിലും ഈ കാണിച്ചത് ഇത് ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇവിടുത്തെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട നിങ്ങളാണ് ഇതിന് മറുപടി പറയേണ്ടത്. അത് പറയുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ
ഹുദാ ഹവ കേരളത്തിലും കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അനിസ്പ്രയുടെ പരസ്യം പോലായി പോകുന്നേക്ക. ഇവിടെ BJPയെയും സംഘപരിവാറിനെയും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള നേതാക്കന്മാരെ നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് അത് വലിയൊരു ക്ഷീണം തന്നെ ആയിരിക്കും എന്നുള്ളത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട പ്രവർത്തകർ മനസ്സിലാക്കണം. നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.